ഹലോ എവ്രി വൺ, വെൽക്കം ടു നാനാൻ അക്കാദമി. വരാനിരിക്കുന്ന കമ്പനി ബോർഡ് LGS എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ഒരു മോക്ക് ടെസ്റ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 25 ചോദ്യങ്ങളാണ് വീഡിയോയിലുള്ളത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ നദി ഏതാണ്? കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ നദി ഏതാണ്? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. ഓപ്ഷൻ എ വളപട്ടണം പുഴ, ഓപ്ഷൻ ബി ചന്ദ്രഗിരി പുഴ, ഓപ്ഷൻ സി മഞ്ചേശ്വരം പുഴ, ഓപ്ഷൻ ഡി കാവേരി പുഴ. കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി ഏതാണ്? ഒരു ഹിൻഡ് കൊടുത്തിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലാണ് ഈ നദി സ്ഥിതി ചെയ്യുന്നത്. കാസർഗോഡ് ജില്ലയിലാണ് ഈ നദി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി ഏതാണ്? ഉത്തരം മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ 44 നദികളിൽ ഏറ്റവും വടക്കേ അറ്റത്തു കൂടി ഒഴുകുന്ന നദിയാണ് മഞ്ചേശ്വരം പുഴ. ഇതിൻ്റെ നീളം വെറും 16 കിലോമീറ്റർ മാത്രമാണ്. ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഓപ്ഷൻ എ BN റാവു, ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഹിൻഡ് കൊടുത്തിട്ടുള്ളത് നോക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ഇദ്ദേഹം. ഉത്തരം ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആണ്. നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ്, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയിട്ടുള്ളത്. മൂന്നാമത്തെ ചോദ്യം, വില്ലുവണ്ടി സമരം നടത്തിയത് ആര്? വില്ലുവണ്ടി സമരം നടത്തിയത് ആര്? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി അയ്യങ്കാളി, ഓപ്ഷൻ സി സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ ഡി കുമാരനാശാൻ. ഹിൻഡ് എന്താ കൊടുത്തിട്ടുള്ളത് നോക്കാം. പുലയ രാജാവ് എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. പുലയ രാജാവ് എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ഉത്തരം അയ്യങ്കാളി. വില്ലുവണ്ടി സമരം നടത്തിയ നേതാവ് ആരാണ്? അയ്യങ്കാളിയാണ്. പുലയ രാജാവ് എന്നറിയപ്പെട്ടിരുന്നത് അയ്യങ്കാളിയാണ്. പൊതുവഴിയിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശത്തിനായി അയ്യങ്കാളി 1893 നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം. എന്താണ് വില്ലുവണ്ടി സമരം? പൊതുവഴിയിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശത്തിനായി അയ്യങ്കാളി 1893 നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം. നാലാമത്തെ ചോദ്യം, വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഓപ്ഷൻ എ കാൽസിഫെറോൾ, ഓപ്ഷൻ ബി കൊടുത്തിരിക്കുന്നു തയാമിൻ, ഓപ്ഷൻ സി അസ്കോർബിക് ആസിഡ്, ഓപ്ഷൻ ഡി റെറ്റിനോള്. ഹിൻഡ് കൊടുത്തിട്ടുണ്ട്. ഹിൻഡ് എന്താ നോക്കാം. നെല്ലിക്കയിൽ ഈ വൈറ്റമിൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. നെല്ലിക്കയിൽ ഈ വൈറ്റമിൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഓപ്ഷൻ സി അസ്കോർബിക് ആസിഡ്. സിട്രസ് പഴങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്ന വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമമാണ് അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമം അസ്കോർബിക് ആസിഡ്. സിട്രസ് പഴങ്ങളിൽ ധാരാളമായി കാണുന്നതാണ് വൈറ്റമിൻ സി. നെല്ലിക്കയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി ആണ്. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 5. സമാധാനത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത ആര്? ഹിൻഡ് കൊടുത്തിരിക്കുന്നു. കൊൽക്കത്ത കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഒരു കന്യാസ്ത്രീയായിരുന്നു ഇവർ. ഉത്തരം മദർ തെരേസ. മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ സ്ഥാപകയായ മദർ തെരേസയ്ക്കാണ് 1979 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്.
ആറാമത്തെ ചോദ്യം, കേരളത്തിൽ ഇലക്ട്രിക് ട്രെയിൻ സർവീസ് ആരംഭിച്ച വർഷം. കേരളത്തിൽ ഇലക്ട്രിക് ട്രെയിൻ സർവീസ് ആരംഭിച്ച വർഷം ഹിൻഡ് നോക്കാം. 90കളുടെ മധ്യകാലത്താണ് ഇത് സംഭവിച്ചത്. 1996 കേരളത്തിൽ റെയിൽവേ വൈദ്യുതീകരണം പൂർത്തിയായി. ഇലക്ട്രിക് ട്രെയിൻ സർവീസ് തുടങ്ങിയത് 1996. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 7. ഇന്ത്യയുടെ സമുദ്ര തീരദൈർഘ്യം എത്രയാണ്? ഇന്ത്യയുടെ സമുദ്ര തീരദൈർഘ്യം. ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. ഓപ്ഷൻ എ 9000 കിലോമീറ്റർ, ഓപ്ഷൻ ബി 6100 കിലോമീറ്റർ, ഓപ്ഷൻ സി 7516.6 കിലോമീറ്റർ, ഓപ്ഷൻ ഡി 5422 കിലോമീറ്റർ. ഇന്ത്യയുടെ സമുദ്ര തീരദൈർഘ്യം എത്രയാണ്? ഹിൻഡ് നോക്കാം. ദ്വീപുകളുടെ തീരവും ഇതിൽ ഉൾപ്പെടുന്നു. ഓപ്ഷൻ സി 7516.6 കിലോമീറ്ററാണ് ഇന്ത്യയുടെ സമുദ്ര തീരദൈർഘ്യം. ദ്വീപസമൂഹങ്ങൾ ആൻഡമാൻ, ലക്ഷദ്വീപ് ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ തീരദേശ ദൈർഘ്യം 7516.6 കിലോമീറ്ററാണ്. എട്ടാമത്തെ ചോദ്യം, ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ മാർത്താണ്ഡവർമ്മ, ഓപ്ഷൻ ബി ധർമ്മരാജ, ഓപ്ഷൻ സി സ്വാതി തിരുനാൾ, ഓപ്ഷൻ ഡി ശ്രീമൂലം തിരുനാൾ. ഹിൻഡ് കൊടുത്തിരിക്കുന്നത് നോക്കാം. തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരിയാണിത്. ആരാണ് തൃപ്പടിദാനം നടത്തിയത്? ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന മാർത്താണ്ഡവർമ്മ. തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. കുളച്ചൽ യുദ്ധം ജയിക്കുകയും തിരുവിതാംകൂറിനെ വികസിപ്പിക്കുകയും ചെയ്ത മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി. അടുത്ത ചോദ്യം, മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്തിൽ അഥവാ ഏത് പാർട്ടിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. ഭാഗം 3, ഭാഗം 4, ഭാഗം 1, ഭാഗം 2. ഇതിലേത് ഭാഗത്താണ് ഭരണഘടനയിലെ മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഹിൻഡ് നോക്കാം. ഇതിനെ ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നു. ഭരണഘടനയുടെ മൗലികാവകാശങ്ങളെ ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നു. ഏത് ഭാഗത്താണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഉത്തരം ഭാഗം 3. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ ഉൾക്കൊള്ളുന്ന ഭാഗം 3 മൗലികാവകാശങ്ങൾ ഉള്ളത്. ഭാഗം 3 പാർട്ട് 3 മൗലികാവകാശങ്ങൾ ഭരണഘടനയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. കുറ്റ്യാടി, ഇടുക്കി, പള്ളിവാസൽ, ശബരിഗിരി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലാണ് ഈ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിലാണ് ഈ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഓപ്ഷൻ സി പള്ളിവാസൽ. മുതിരപ്പുഴയാറിൽ 1940 ആരംഭിച്ച പള്ളിവാസൽ പദ്ധതിയാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. 11ാമത്തെ ചോദ്യം, ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം രചിച്ചത് ആര്? ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ ബി ബാലഗംഗാധര തിലകൻ, ഓപ്ഷൻ സി മഹാത്മാഗാന്ധി, ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രബോസ്. ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഹിൻഡ് നോക്കാം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തിയാണ്. ഉത്തരം മഹാത്മാഗാന്ധി. ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം രചിച്ചത് 1909 ഗാന്ധിജി ഗുജറാത്തി ഭാഷയിൽ രചിച്ച കൃതിയാണിത്. അടുത്ത ചോദ്യം, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏത്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏത്? വൈറ്റമിൻ എ ഓപ്ഷൻ എ വൈറ്റമിൻ ഡി, ഓപ്ഷൻ ബി വൈറ്റമിൻ കെ, ഓപ്ഷൻ സി വൈറ്റമിൻ എ, ഓപ്ഷൻ ഡി വൈറ്റമിൻ ഇ. ഇതിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ഉത്തരം ഇതിൻ്റെ അഭാവം അമിത രക്തസ്രാവത്തിന് കാരണമാകുന്നു. ഉത്തരം വൈറ്റമിൻ കെ.
മുറിവുകൾ ഉണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഘടകമാണ് വൈറ്റമിൻ കെ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ കെ. 13ാമത്തെ ചോദ്യം. കേരളത്തിലെ സിംഹം എന്നറിയപ്പെടുന്നത് ആര്? കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ കുഞ്ഞാലി മരക്കാർ, ഓപ്ഷൻ ബി പഴശ്ശിരാജ, ഓപ്ഷൻ സി അക്കിത്തം, ഓപ്ഷൻ ഡി വേലുത്തമ്പി ദളവ. ഹിന്റ് നോക്കാം. സർദാർ കെ എം പണിക്കരുടെ കൃതിയിലെ പേരാണിത്. സർദാർ കെ എം പണിക്കരുടെ കൃതിയിലെ പേരാണിത്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കോട്ടയം രാജവംശത്തിലെ കേരളവർമ്മ പഴശ്ശിരാജയാണ് കേരള സിംഹം എന്നറിയപ്പെടുന്നത്. 14ാമത്തെ ചോദ്യം. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വൈറ്റമിൻ. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ഹിന്റ് നോക്കാം. സൺഷൈൻ വൈറ്റമിൻ എന്ന് ഇതിനെ വിളിക്കുന്നു. സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ഡി ആണ്. സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ്. സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ ചർമ്മത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനാൽ വൈറ്റമിൻ ഡി സൺഷൈൻ വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നു. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഓപ്ഷൻ എ കാഞ്ചൻജംഗ, ഓപ്ഷൻ ഡി ഗോഡ്വിൻ ഓസ്റ്റിൻ അഥവാ K2, ഓപ്ഷൻ സി ആനമുടി, ഓപ്ഷൻ ഡി മൗണ്ട് എവറസ്റ്റ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഹിന്റ് നോക്കാം. സിക്കിം സംസ്ഥാനത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം കാഞ്ചൻജംഗ. ഇന്ത്യയിൽ പൂർണ്ണമായും സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയർന്ന കൊടുമുടിയായി ഇതിനെ കണക്കാക്കുന്നു. ഇന്ത്യയിൽ പൂർണ്ണമായി സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയർന്ന കൊടുമുടി അതാണ് കാഞ്ചൻജംഗ. 16ാമത്തെ ചോദ്യം. കേരളത്തിൽ നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം. കേരളത്തിൽ നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം. ഹിന്റ് നോക്കാം. തിരുവിതാംകൂറിൽ CP രാമസ്വാമി അയ്യരുടെ കാലത്തായിരുന്നത്. കേരളത്തിൽ നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932 തിരുവിതാംകൂറിൽ സർക്കാർ ജോലികളിലും നിയമസഭയിലും പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് ഈഴവർ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ എന്നിവർ നടത്തിയ സമരമാണിത്. കേരളത്തിൽ നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932. 17ാമത്തെ ചോദ്യം. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. ഓപ്ഷൻ എ മസ്തിഷ്കം, ഓപ്ഷൻ ബി ത്വക്ക്, ഓപ്ഷൻ സി ഹൃദയം, ഓപ്ഷൻ ഡി കരൾ. ഹിന്റ് നോക്കാം. ശരീരത്തിലെ പുറത്തുള്ള ആവരണമാണിത്. ഉത്തരം ഓപ്ഷൻ ബി ത്വക്ക്. ശരീരത്തെ മുഴുവൻ പൊതിഞ്ഞു നിൽക്കുന്ന ത്വക്കാണ് ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. 18ാമത്തെ ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? ഹിന്റ് നോക്കാം. 90കളുടെ തുടക്കത്തിലായിരുന്നു ഇത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം 1993. ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 1993 ഒക്ടോബർ 12. ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര്? ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? ഓപ്ഷൻ എ കാനിങ് പ്രഭു, ഓപ്ഷൻ ബി വില്യം ബെൻഡിക്, ഓപ്ഷൻ സി വാറൻ ഹേസ്റ്റിങ്സ്, ഓപ്ഷൻ ഡി മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ എന്നും ഇദ്ദേഹത്തെ വിളിക്കുന്നു. ഉത്തരം ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ കാനിങ് പ്രഭു അല്ല, വാറൻ ഹേസ്റ്റിങ്സ് ആണ്. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറലായി ഇദ്ദേഹം നിയമിതനായി. ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര്? വാറൻ ഹേസ്റ്റിങ്സ്. 20ാമത്തെ ചോദ്യം. സതി നിരോധിച്ച ഭരണാധികാരി ആര്? സതി നിരോധിച്ച ഭരണാധികാരി ആര്? ഓപ്ഷൻ എ വില്യം ബെൻഡിക് പ്രഭു, ഓപ്ഷൻ ബി ഡൽഹൌസി പ്രഭു, ഓപ്ഷൻ സി റിപ്പൺ പ്രഭു, ഓപ്ഷൻ ഡി ലിറ്റൺ പ്രഭു. ഹിന്റ് നോക്കാം. രാജാറാം മോഹൻ റോയ് ഇദ്ദേഹത്തെ സഹായിച്ചിരുന്നു. ഉത്തരം വില്യം ബെൻഡിക് പ്രഭു. സതി നിരോധിച്ച ഭരണാധികാരി വില്യം ബെൻഡിക് പ്രഭു. രാജാറാം മോഹൻ റോയുടെ ശ്രമഫലമായി 1829 വില്യം ബെൻഡിക് സതി നിരോധിച്ചു.
21ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? കേരളത്തിൽ 21ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഓപ്ഷൻ എ തിരുവനന്തപുരം, ഓപ്ഷൻ ബി ആലപ്പുഴ, ഓപ്ഷൻ സി വയനാട്, ഓപ്ഷൻ ഡി കാസർഗോഡ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഹിൻഡ് കൊടുത്തിരിക്കുന്നു. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന നഗരം ഈ ജില്ലയിലാണ്. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന നഗരം ഈ ജില്ലയിലാണ്. ഉത്തരം ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. 22ാമത്തെ ചോദ്യം, ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആര്? ഓപ്ഷൻ എ മേധ പട്കർ, ഓപ്ഷൻ ബി ബാബ ആംതെ, ഓപ്ഷൻ സി അണ്ണാ ഹസാരെ, ഓപ്ഷൻ ഡി സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ നേതാവ്. ഹിൻഡ് നോക്കാം. പരിസ്ഥിതി സംരക്ഷണത്തിനായി പ്രവർത്തിച്ച ഗാന്ധിയൻ ചിന്താഗതിക്കാരൻ. ഉത്തരം സുന്ദർലാൽ ബഹുഗുണ. ഉത്തരാഖണ്ഡിൽ മരങ്ങൾ മുറിക്കുന്നതിനെതിരെ ജനങ്ങൾ മരങ്ങളെ കെട്ടിപ്പിടിച്ച് നടത്തിയ സമരമാണ് ചിപ്കോ പ്രസ്ഥാനം. 23ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ വാനമ്പാടി നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ വിജയലക്ഷ്മി പണ്ഡിറ്റ്, ഓപ്ഷൻ ബി സരോജിനി നായിഡു, ഓപ്ഷൻ സി എം എസ് സുബ്ബലക്ഷ്മി, ഓപ്ഷൻ ഡി ലതാ മങ്കേഷ്കർ. ഇന്ത്യയുടെ വാനമ്പാടി ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ ആദ്യ വനിതാ ഗവർണർ കൂടിയായിരുന്നു ഇവർ. ഉത്തരം സരോജിനി നായിഡു. സ്വാതന്ത്ര്യ സമര നേതാവും കവയത്രിയുമായ സരോജിനി നായിഡുവിനെയാണ് ഗാന്ധിജി ഈ പേര് വിളിച്ചത്. 24ാമത്തെ ചോദ്യം, KSRTC നിലവിൽ വന്ന വർഷം? ഹിൻഡ് സംസ്ഥാന രൂപീകരണത്തിന് ഏകദേശം 9 വർഷങ്ങൾക്ക് ശേഷം. ഉത്തരം ഓപ്ഷൻ 1965. 25ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഓപ്ഷൻ എ ഭാസ്കര, ഓപ്ഷൻ ബി ആര്യഭട്ട, ഓപ്ഷൻ സി ഇൻസാറ്റ്, ഓപ്ഷൻ ഡി രോഹിണി. ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. ഹിൻഡ് നോക്കാം. ഒരു പുരാതന ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞൻ്റെ പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഉത്തരം ആര്യഭട്ട. 1975 ഏപ്രിൽ 19 വിക്ഷേപിച്ച ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം. 25 ചോദ്യങ്ങളാണ് വീഡിയോയിലുള്ളത്. That's it. Thank you.